10th ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ എന്ന് വെച്ചാൽ എന്താണ്? സൗരവികിരണത്തിലൂടെ നമ്മുടെ ഭൂമിയുടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. ഈ ചൂടുപിടിച്ച ഭൗമോപരിതലത്തിൽ നിന്ന് താപം വിവിധ തരത്തിലുള്ള പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്. ഇങ്ങനെ വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇത് 4 തരത്തിലാണ് ഉണ്ടാവുന്നത്. അതിലൊന്നാമത്താണ് താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. എന്താണ് താപചാലനം? നമ്മുടെ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനത്തിലേക്ക് താപം വ്യാപിക്കുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് താപചാലനം? നമ്മുടെ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. രണ്ടാമത്തെ താപവ്യാപന പ്രക്രിയയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. അപ്പോൾ സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിക്കുന്നു. ഭൂമിയോടടുത്ത് കിടക്കുന്ന അന്തരീക്ഷവായു ചൂടുപിടിക്കുമ്പോൾ ആ വായു വികസിക്കും, നേരെ മുകളിലേക്ക് ഉയരുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. ഒന്നുകൂടി പറയാം. ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അടുത്തതാണ് അഭിവഹനം അല്ലെങ്കിൽ അഡ്വെക്ഷൻ. അഭിവഹനം എന്ന് വെച്ചാൽ കാറ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം അല്ലെങ്കിൽ അഡ്വെക്ഷൻ. അടുത്തതാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് വെച്ചാൽ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗ രൂപത്തിൽ, അതായത് സൗരവികിരണം ഹ്രസ്വതരംഗ രൂപത്തിലാണെങ്കിൽ വികിരണം ദീർഘതരംഗ രൂപത്തിലാണ്. ദീർഘതരംഗ രൂപത്തിൽ ഈ സൗരോർജം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് വികിരണം. അപ്പോൾ നമ്മൾ താപവ്യാപന പ്രക്രിയകൾ 4 പഠിച്ചു. ഒന്നാമതായിട്ട് താപചാലനം, രണ്ടാമതായിട്ട് സംവഹനം, മൂന്നാമതായിട്ട് അഭിവഹനം, ദെൻ ലാസ്റ്റ് വൺ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. ഈ 4 പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കപ്പെടുന്നത്. താങ്ക് യു.